അധ്യാപക നിയമനത്തിന് കോഴ വാങ്ങിയ കേസിൽ അറസ്റ്റിലായ റിട്ടയർഡ് അധ്യാപകന്റെ ഫോൺ കോളുകൾ വിജിലൻസ് പരിശോധിക്കുന്നു. റിമാൻഡിലായ കോഴിക്കോട് വടകര സ്വദേശി വിജയനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക് നൽകാനെന്ന് പറഞ്ഞ് കോഴയായി 1.5 ലക്ഷം രൂപ വാങ്ങുമ്പോഴായിരുന്നു റിട്ടയർഡ് അധ്യാപകൻ പിടിയിലായത്. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഇന്ന് എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, വിവരങ്ങൾ? വീണ, ഈ ഒരു കേസിനെ അതീവ ഗൗരവത്തോടു കൂടിയാണ് അന്വേഷണ സംഘം കാണുന്നത്. കാരണം സെക്രട്ടേറിയറ്റിലെ ചില ജീവനക്കാർക്ക് കൂടി പങ്കാളിത്തമുണ്ട് എന്നൊരു മൊഴിയാണ് ഈ അധ്യാപകൻ, പിടിക്കപ്പെട്ടുള്ള റിട്ടയർഡ് അധ്യാപകൻ നൽകിയത്. കാരണം താൻ അവർക്ക് വേണ്ടിയാണ് പണം വാങ്ങിയിട്ടുള്ളത്, നിയമന കാര്യങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കുന്ന ഒരു ഏജന്റായിട്ടാണ് താൻ പ്രവർത്തിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് കൊച്ചി മറൈൻ ഡ്രൈവിൽ വെച്ച് കോട്ടയം വിജിലൻസ് സംഘത്തിൻ്റെ പിടിയിലായ സമയത്ത് ഈ അധ്യാപകൻ, റിട്ടയർഡ് അധ്യാപകൻ നൽകിയ മൊഴി എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം കൂടുതൽ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നതും ഒപ്പം തന്നെ വിശദമായി ചോദ്യം ചെയ്യുക, മൊബൈൽ ഫോണിലുള്ള കോൾ റെക്കോർഡുകൾ പരിശോധിക്കുക, കോൾ വിവരങ്ങൾ പരിശോധിക്കുക എന്നൊരു ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം നിരവധി ആളുകളുമായി ഇയാൾ പല ഘട്ടങ്ങളിലും ബന്ധപ്പെട്ടിട്ടുണ്ട്. പല ആളുകളിൽ നിന്നും ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതായ ഒരു വിവരവും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ പണം നൽകിയത് ആരെല്ലാമാണ് എന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം പലരും ഇത്തരം നിയമന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പണം നൽകി എന്നതുകൊണ്ട് തന്നെ അവരാരും പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറല്ല. കാരണം നിലവിൽ കോട്ടയത്തെ ഒരു എയ്ഡഡ് സ്ഥാപനത്തിൽ 3 അധ്യാപകർക്ക് അവരുടെ നിയമനം താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടിരുന്നു. ഇങ്ങനെ നിയമനം താൽക്കാലികമായി റദ്ദാക്കപ്പെട്ടപ്പോൾ അത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായി പിന്നീട് സാധാരണ നിലയിൽ പുനഃസ്ഥാപിച്ച് കിട്ടാറുണ്ട്. അതിൻ്റെ ഭാഗമായി അവർ ഹൈക്കോടതിയെ സമീപിച്ചു. തുടർന്ന് ഹൈക്കോടതി സർക്കാരിനോട് തന്നെ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശിക്കുകയും സർക്കാർ ഈ 3 പേരുടെയും നിയമനം പുനഃസ്ഥാപിച്ചുകൊണ്ട് ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ റിട്ടയർഡ് അധ്യാപകൻ പണം വാങ്ങിയ ആൾ ഇവരോട് പറഞ്ഞിരുന്നത് തൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിൽ നിങ്ങളുടെ പുനർനിയമനം ശരിയായത് എന്നും അതിന് സെക്രട്ടേറിയറ്റിൽ താൻ വലിയ തോതിലുള്ള സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർക്ക്, ചില ജീവനക്കാർക്ക് നൽകുന്നതിന് വേണ്ടി, വീണ്ടും നിയമനം ലഭിക്കുന്നതിന് വേണ്ട സഹായങ്ങൾ നൽകിയ ആളുകൾക്ക് നൽകുന്നതിന് വേണ്ടിയും 2 ലക്ഷം രൂപ നൽകണമെന്ന് ആദ്യം ആവശ്യപ്പെട്ടു. പിന്നീട് 1.5 ലക്ഷം രൂപയെങ്കിലും തന്നേ മതിയാകൂ എന്ന് നിർബന്ധം പിടിക്കുകയും ഇതിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തുടർന്നായിരുന്നു ഈ പരാതിക്കാരനായ അധ്യാപകരിൽ ഒരാൾ, 3 പേരിൽ ഒരാൾ പരാതി നൽകാൻ തയ്യാറാകുന്നതും വിജിലൻസിനെ അറിയിക്കുന്നതും അങ്ങനെ പണവുമായി മറൈൻ ഡ്രൈവിലെത്താൻ പറഞ്ഞപ്പോൾ അവിടെ വെച്ച് കൈയോടെ പിടികൂടുകയും ചെയ്തത്. എന്നാൽ കൂടുതൽ ആളുകൾക്ക് പങ്കാളിത്തമുണ്ട് എന്നും സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ നിരവധി ഏജന്റുമാർ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ തന്നെയാണ് വിജിലൻസിന് ലഭിച്ചിരിക്കുന്നത്. ഈ അധ്യാപകനെ പോലെ ഇപ്പോൾ റിട്ടയർഡ് ആയതിനു ശേഷം 8 വർഷമായി ഇയാൾ പ്രവർത്തിച്ചിരുന്നത് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ചായിരുന്നു. അവിടെ പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്, നിയമന തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് ആളുകൾ വരുമ്പോൾ അവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ താൻ ശരിയാക്കി നൽകുമെന്ന് പറഞ്ഞ് അവരെ ബന്ധപ്പെടുകയും അവരിൽ നിന്ന് പണം വാങ്ങുകയും പിന്നീട് ഏതെങ്കിലും തരത്തിൽ അത് നിയമനം ശരിയാകുമ്പോൾ അത് ഒരുപക്ഷെ അത് ആരുടെയെങ്കിലും ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്, ഇത്തരത്തിൽ അവിടെയുള്ള ചില ജീവനക്കാരുടെ ഇടപെടലുകൾ ഉണ്ടോ എന്നതിൽ ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. സാധാരണ നിലയിൽ പോലും ചില സാങ്കേതിക തടസ്സങ്ങൾ നീക്കി നിയമനങ്ങൾ ശരിയാക്കുമ്പോൾ അത്തരം വിഷയങ്ങളിൽ പോലും ഏജന്റുമാർ അവകാശപ്പെട്ടിരുന്നത് തങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഇത് ശരിയായത്, നിയമനം ശരിയായത്, പുനർനിയമനം ശരിയായത്, നിയമനത്തിലെ തടസ്സങ്ങൾ മാറിക്കിട്ടിയത് എന്ന് പറഞ്ഞായിരുന്നു പണം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരെല്ലാമാണ് ഇത്തരത്തിൽ ഇടപാടുകളിൽ പങ്കാളികളായിട്ടുള്ളത്, മറ്റ് ഏജന്റുമാർക്ക് രവീന്ദ്രനുമായി, അറസ്റ്റിലായ റിട്ടയർഡ് അധ്യാപകനുമായിട്ടുള്ള ബന്ധം എന്താണ്, ഇയാൾ ആരിൽ നിന്നെല്ലാം പണം വാങ്ങിയിട്ടുണ്ട്, മറ്റാരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, സെക്രട്ടേറിയറ്റിലെ ചില ഫയൽ നമ്പറുകൾ ഈ അധ്യാപകന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു. പല ഫയൽ നമ്പറുകൾ എല്ലാം നിയമന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഫയൽ നമ്പറുകളായിരുന്നു. ഈ ഫയൽ നമ്പറുകൾ ആരാണ് കൈമാറിയിരുന്നത്, കൃത്യമായി ഇത്തരം ഫയൽ നമ്പറുകൾ കൈമാറുകയും അതുമായി ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും പണം ആവശ്യപ്പെടാൻ ഉള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയത് ആരാണ് എന്നതിലേക്കെല്ലാമാണ് അന്വേഷണം നീളുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ വിവരങ്ങൾ പരിശോധിക്കുന്നത്. സാധാരണ നിലയിലുള്ള ഒരു മൊബൈൽ ഫോണായിരുന്നു ഇയാൾ ഉപയോഗിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ കോൾ വിവരങ്ങൾ മാത്രമാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുകയുള്ളൂ. ഒപ്പം തന്നെയാണ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ഇന്ന് കസ്റ്റഡി അപേക്ഷ കൂടി നൽകുകയാണ്. കോട്ടയം വിജിലൻസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് വിശദമായി തന്നെയുള്ള ഒരു ചോദ്യം ചെയ്യൽ നടത്തുന്നതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന് പറയുന്ന നിയമന അഴിമതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചേക്കുമെന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഓക്കെ, ശരി. ജിജീഷ് കരുണാകരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു.